നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. നിരവധി റിയൽ ഇൻസിഡൻസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത ബിഗ് ബഡ്ജറ്റ് ഹിന്ദി സിനിമയാണല്ലോ ദുരന്തർ 1. അതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമ റിലീസായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ തന്നെ ഈ സിനിമ കണ്ടിരുന്നു. കോഴിക്കോട് വെച്ചാണ് കണ്ടത്. ഒറ്റവാക്ക് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിൽ 10ൽ 10 തന്നെ കൊടുക്കാം. ഡയറക്ഷൻ 10ൽ 10. ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അജാതി ട്വിസ്റ്റ് 10ൽ 10. സർപ്രൈസ്, നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് സർപ്രൈസ്, അതും 10ൽ 10 തന്നെ കൊടുക്കാം. ക്ലൈമാക്സൊക്കെ ഒരു രക്ഷയില്ല. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാത്തവർക്ക് വലിയ നഷ്ടമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വയലൻസ്, ആക്ഷനൊക്കെ കിട്ടും, സമയം പോകുന്നറിയില്ല, അത്രയ്ക്ക് എൻഗേജ്ഡ്. നമ്മുടെ അജ്ഞാത ദുരന്തന്മാരുടെ ഒരു നരനായാട്ടാണ് സിനിമയിൽ. നമ്മളിപ്പോൾ പല ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അജ്ഞാതൻ വെടിവെച്ച് കൊന്നു, അജ്ഞാതൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കെതിരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളെ ചില അജ്ഞാതന്മാർ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. അതെങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ. നായകൻ രൺവീർ സിംഗ് ജിയുടെ ഒരു 1 മാൻ ഷോ, അഴിഞ്ഞാട്ടെന്ന് പറയാം. കൂടെ നമ്മുടെ തമിഴ് നടൻ മാധവൻ ജിയുടെ അന്യായ പ്രകടനം, പിന്നെ രാകേഷ് ബേദിജിയെ പോലുള്ള സീനിയർ നടന്മാരും എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരും പൊളി. ഒറ്റയടിക്ക് ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോൾ 500 കോടി ക്ലബിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ സിനിമകൾ ദുരന്തർ 1നേക്കാൾ കളക്ട് ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്. സിനിമയുടെ ആദ്യ പകുതി ഗുഡ് എന്നാണെങ്കിൽ രണ്ടാം പകുതി ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം. നല്ല സസ്പെൻസ്, ട്വിസ്റ്റ്, സൂപ്പർ പ്രകടനം, ഇമോഷൻസ്. രൺവീർ സിംഗ് ജി ഹാസ് ഗിവൺ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ബോളിവുഡ് ഹിസ്റ്ററി ആസ് ഹംസ. ഇതിൻ്റെ ഡയറക്ഷൻ ആദിത്യ ദാർജിയാണ്. ശാശ്വത് സച്ദേവ്ജിയുടെ ഒരു 1.5 BGM. അർജുൻ രാംപാൽജി മേജർ ഇക്ബാലായി പൊളിച്ചടിക്കും. കൂടെ നായിക സാറ അർജുൻജി, സഞ്ജയ് ദത്ത്ജി, എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ ചെറിയൊരു വാൽക്കഷ്ണം, സിനിമയുടെ ലെങ്ത്ത് 3 മണിക്കൂർ 49 മിനിറ്റാണ്. ഇന്ത്യയിൽ താമസിച്ചു ഇന്ത്യ നശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഭക്ഷണവും വെള്ളവും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് തേക്കാൻ ബർണൗൾ കൂടി എടുക്കുന്നത് നന്നാവും. അതൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.